ഈ സദ്യയിലെ എല്ലാ വിഭവങ്ങളും വാഴ കൊണ്ടുണ്ടാക്കിയതാണ്. വെൽക്കം ടു വാഴ സദ്യ സീരീസ് എപ്പിസോഡ് നമ്പർ 1. പഴം പച്ചക്കറികളുടെ വിളവെടുപ്പുത്സവമാണല്ലോ വിഷു. എന്നാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ക്യാരറ്റും ക്യാബേജും ബീട്രൂട്ടും ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ചക്കയും മാങ്ങയും ഒക്കെ സീസണൽ ഫ്രൂട്ട് ആവുമ്പോൾ സൗത്ത് ഏഷ്യൻ വിളയായ വാഴ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നു. ആദ്യം തന്നെ കൂമ്പിൽ തുടങ്ങാം. വാഴക്കൂമ്പ് കൊണ്ട് പലതരം കറികൾ ഉണ്ടാക്കുമെങ്കിലും തോരൻ തന്നെയാണ് അതിൽ പ്രധാനം. കട്ടിയുള്ള പുറംപാളികൾ നീക്കം ചെയ്ത് കളയണം. പൂവ് മാറ്റിവെക്കാം. ഇനി കൂമ്പ് നന്നായിട്ട് കൊത്തിയരിഞ്ഞെടുക്കണം. ചിലയിനം വാഴയുടെ കൂമ്പിൻ്റെ അകത്തുള്ള കാമ്പിന് നല്ല കയ്പ് രുചിയുണ്ടാകും. അത്തരത്തിലുള്ള കാമ്പ് നീക്കം ചെയ്തതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാൻ. ഹൃദയത്തിൻ്റെ ആകൃതിയിലും നിറത്തിലുമുള്ള വാഴക്കൂമ്പ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അരിഞ്ഞു വെച്ച വാഴക്കൂമ്പിൽ ധാരാളം കറയുണ്ടാകും. ഈ കറയ്ക്ക് ഗുണങ്ങളേറെയുണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായി ഉപ്പ് തിരുമി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി തോരനിലേക്ക് പ്രത്യേകം ഉപ്പ് ചേർക്കേണ്ടതില്ല. കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച് കൂമ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് പാകമായി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അവസാനം തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ തോരൻ തയ്യാർ. ഇനി നമ്മൾ മാറ്റിവെച്ച പൂവിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും കായപ്പൊടിയും കടലമാവും ചേർത്ത് നന്നായി തിരുമി യോജിപ്പിച്ച് കുറച്ചു നേരം മാറ്റിവെച്ചതിന് ശേഷം നല്ല ചൂടെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്താൽ കൊണ്ടാട്ടം റെഡി. ഇനി ബാക്കിയുള്ള വിഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ.